ിനിടയിലൂടെ കയ്യിലൊരു കെട്ട് ലോട്ടറിയുമായി തിരക്കിട്ടു പോകുന്ന കണ്ട ഒരു കുഞ്ഞുമുഖം അന്വേഷിച്ചാണ് ഈ യാത്ര. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾ സ്വയം ജോലി ചെയ്ത് പഠനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും. ചില കുട്ടികളൊക്കെ കളിയാക്കിയൊക്കെ ചെയ്യും. അന്നേരം വിഷമം വരും. നിനക്ക് അച്ഛനില്ലാത്തല്ലേ, നീ ചുമ്മാ ഇങ്ങനെ നടന്നാൽ മതി, ഞങ്ങൾക്കൊക്കെ വീട്ടിൽ പോയി ചുമ്മാ ഒക്കെ എനിക്ക് സന്തോഷമാണ്. എൻ്റെ അമ്മ സഹായിക്കാനാണ് ചെയ്യുന്നത്. അത് വേറെ ഒരു തെറ്റുമില്ല. 3 കൊല്ലം മുൻപ് പിതാവ് മരിച്ചപ്പോൾ മുതൽ വയ്യാത്ത അമ്മയ്ക്ക് സഹായമായി ലോട്ടറി കച്ചവടത്തിനിറങ്ങിയതാണ് ഗോഡ്വിനും. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഗോഡ്വിന്റെ കൊച്ചു വീട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഇത്തവണ അവന്റെ സന്തോഷങ്ങളിലേക്കുള്ള താക്കോലുമായാണ് യാത്ര. മാതൃഭൂമി ന്യൂസ് വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗോഡ്വിനെയും കുടുംബത്തെയും നേരിട്ട് കാണാനെത്തിയതാണ് മന്ത്രി GR അനിൽ. വസ്തു വാങ്ങി വീട് വെച്ചു നൽകുമെന്നും 2 കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനുള്ള ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രി വാഗ്ദാനം നൽകി. ഒപ്പം അമ്മ ബിജിക്ക് കുടുംബശ്രീ വഴി ജോലി നൽകാനും തീരുമാനിച്ചു. മാതൃഭൂമി വാർത്തയാണ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഭക്ഷണം, ചികിത്സ സൗജന്യം ഉറപ്പാണ്. രണ്ടാമത് അവർക്ക് ആവശ്യമായിട്ട് ഷെൽട്ടറാണ്. ഈ പുതിയ വസ്തു കണ്ടെത്തി വീടുണ്ടാകുന്നത് വരെ അവരെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ കടമ. റേഷൻ കാർഡ് പോലും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഗോഡ്വിനും കുടുംബത്തിനും പുത്തൻ റേഷൻ കാർഡ് സമ്മാനിച്ച് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് മന്ത്രി മടങ്ങിയത്. ഗോഡ്വിന്റെ കഥ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ നമ്മളും ആഗ്രഹിച്ചത് ഇതാണ്. ഇന്നിതാ അവന്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ പോവുകയാണ്. അവനും ആ കൊച്ചു കുടുംബത്തിനും ഒരു വീടൊരുങ്ങാൻ പോവുകയാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ താങ്ങായി സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് മന്ത്രി GR അനിൽ തന്നെ നേരിട്ടെത്തി വാഗ്ദാനം നൽകി.